പരാതിയിൽ പോലും പിഴവ്. സ്വരാജിന്റെ ഹർജി തള്ളാനുള്ള കാരണങ്ങൾ അക്കമിട്ട് നിരത്തുകയാണ് ഹൈക്കോടതി. കെ ബാബുവിന്റെ പേരിൽ വോട്ടർമാർക്ക് ലഭിച്ച സ്ലിപ്പിൽ അയ്യപ്പന്റെ ചിത്രം അടിച്ചത് നിയമലംഘനമാണെന്ന് ഹൈക്കോടതി വിലയിരുത്തിയെങ്കിലും അത് എവിടെയാണ് അച്ചടിച്ചതെന്നോ ആരാണ് അച്ചടിച്ചതെന്നോ തെളിയിക്കാൻ ഹർജിക്കാരനായ എം സ്വരാജിന് കഴിഞ്ഞില്ലെന്ന് കോടതി വിലയിരുത്തി. സ്വരാജിന്റെ നിർദ്ദേശപ്രകാരം പോലീസിൽ നൽകിയ പരാതിയിൽ പോലും സ്ലിപ്പിൽ അയ്യപ്പന്റെ ചിത്രം ഉണ്ടായിരുന്നുവെന്ന് രേഖപ്പെടുത്താൻ വിട്ടുപോയി. ഇതടക്കം ചൂണ്ടിക്കാട്ടിയാണ് കെ ബാബുവിന്റെ വിജയം അസാധുവാക്കണമെന്ന ഹർജി എന്തുകൊണ്ട് തള്ളുന്നു എന്ന കാര്യത്തിൽ കോടതി ഉത്തരം നൽകിയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മതചിഹ്നം ഉപയോഗിച്ചത് പരിശോധിക്കേണ്ട വിഷയമാണെന്ന് ഹൈക്കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇതിനെ ബാബു സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തെങ്കിലും ഹർജി തള്ളി. ഇത് സ്വരാജിന് ഏറെ പ്രതീക്ഷ നൽകുന്നതായിരുന്നു. എന്നാൽ അന്തിമ വിധി ആ പ്രതീക്ഷകൾ തകിടം മറിക്കുന്നതും ബാബുവിന് ആശ്വാസം നൽകുന്നതുമായി. സ്ലിപ്പിൽ തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിന് മുകളിലാണ് അയ്യപ്പന്റെ ചിത്രം അച്ചടിച്ചിരുന്നത്. ഇത് ജനപ്രാതിനിധ്യ നിയമം വകുപ്പ് 123 ഉപവകുപ്പ് 3 പ്രകാരം തെറ്റാണെന്ന് കോടതി കണ്ടെത്തി. സുപ്രീം കോടതിയുടെ അടക്കം വിധിന്യായങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണിത്. 2021 ഏപ്രിൽ 4 രാവിലെ 7 മണിക്ക് ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് ഏജന്റുമാരായ ആനന്ദ് ഉദയൻ, നവീന്ദർ എന്നിവർ വോട്ടറായ സജിൽ രാജ്, രാജേഷ് എന്നിവരുടെ വീട്ടിലെത്തിയും TK ദേവരാജൻ, ശരചന്ദ്രൻ എന്നിവർ പ്രദീപ് കുമാറിന്റെയും MS സാജു, വിനു ശശി എന്നിവരുടെ വീട്ടിലെത്തിയും അയ്യപ്പന്റെ ചിത്രം പതിച്ച സ്ലിപ്പുകൾ നൽകി. ഏപ്രിൽ 4 രാവിലെ 7:30 C വിനോദ്, രവിവർമ്മ എന്നിവർ ഹരിശങ്കർ രാജ അടക്കമുള്ളവരുടെയും വീട്ടിലെത്തിയും സമാനമായ സ്ലിപ്പ് നൽകിയെന്നായിരുന്നു ഹർജിയിലെ ആരോപണം. മണ്ഡലത്തിലാകെ ഇത്തരത്തിലുള്ള സ്ലിപ്പുകൾ വിതരണം ചെയ്തിട്ടുണ്ടെന്നും ആരോപിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ഏപ്രിൽ 5 പോലീസിൽ പരാതി നൽകി. സജിൽ രാജ്, രാജേഷ്, പ്രദീപ് കുമാർ, ഹരിശങ്കർ രാജ എന്നിവരാണ് അയ്യപ്പന്റെ ചിത്രം പതിച്ച സ്ലിപ്പ് ലഭിച്ചതായി മൊഴി നൽകിയത്. ഇവരൊക്കെ CPM പ്രവർത്തകരാണെന്നും ആരോപിക്കുന്ന സ്ലിപ്പ് തന്നെ ഹർജിക്കാരന്റെ സൃഷ്ടിയാണെന്നുമായിരുന്നു ബാബുവിന്റെ വാദം. സ്ലിപ്പിൽ പ്രിന്ററുടെയും പബ്ലിഷറുടെയും പേരുണ്ടായിരുന്നില്ല. പോലീസിൽ നൽകിയ പരാതിയിൽ സ്ലിപ്പിൽ അയ്യപ്പന് വോട്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എഴുതിയിരുന്നത്. എന്നാൽ സ്ലിപ്പിൽ അച്ചടിച്ചിരുന്നത് നിങ്ങളുടെ വോട്ട് അയ്യപ്പന് എന്നായിരുന്നു. ഇത് പരാതി എഴുതിയപ്പോൾ സംഭവിച്ച തെറ്റായി കരുതാമെങ്കിൽ അയ്യപ്പന്റെ ചിത്രം അച്ചടിച്ചുള്ളതിനെക്കുറിച്ച് പറയാത്തത് വീഴ്ചയായി കോടതി ചൂണ്ടിക്കാട്ടി. ഫോണിലൂടെയാണ് പരാതി നൽകാൻ നിർദ്ദേശിച്ചതെന്നും അതിനാൽ ഇക്കാര്യം വിട്ടുപോയെന്നതുമുള്ള സ്വരാജിന്റെ വാദം കോടതി അംഗീകരിച്ചില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതി പോർട്ടലായ സിവിജിലിൽ പരാതി നൽകാത്തതും വീഴ്ചയായി ചൂണ്ടിക്കാട്ടി. ഉടൻ നടപടി വേണ്ടതിനാലാണ് പോലീസിന് പരാതി നൽകിയതെന്നായിരുന്നു സ്വരാജിന്റെ വാദം. മറ്റ് തെളിവുകളുടെ അഭാവത്തിൽ അയ്യപ്പന്റെ പേരിൽ വോട്ട് ചോദിച്ചുള്ള സ്ലിപ്പ് ലഭിച്ചതായി പറയുന്നവരുടെ മൊഴികൾ മാത്രം ഹർജിക്കാരന്റെ ആരോപണം തെളിയിക്കാൻ പര്യാപ്തമല്ലെന്നും ഹൈക്കോടതി പറഞ്ഞു. തൃപ്പൂണിത്തുറയിലെ UDF MLA കെ ബാബുവിന്റെ തിരഞ്ഞെടുപ്പ് വിജയം ചോദ്യം ചെയ്ത് LDF സ്ഥാനാർത്ഥിയായിരുന്ന എം സ്വരാജ് ഫയൽ ചെയ്ത തെരഞ്ഞെടുപ്പ് ഹർജി തള്ളിക്കൊണ്ട് കോടതി ഇങ്ങനെയാണ് അഭിപ്രായപ്പെട്ടത്. നിങ്ങളുടെ വോട്ട് അയ്യപ്പൻ എന്ന് രേഖപ്പെടുത്തി അയ്യപ്പന്റെ ചിത്രം പതിച്ച സ്ലിപ്പുകൾ വിതരണം ചെയ്തുവെന്നായിരുന്നു ഹർജിയിലെ ആരോപണം. സ്ലിപ്പിൽ അയ്യപ്പന്റെ ചിത്രം അച്ചടിച്ചത് ജനപ്രാതിനിധ്യ നിയമപ്രകാരം തെറ്റാണെന്ന് കോടതി വിലയിരുത്തി. എന്നാൽ അച്ചടിച്ച് വിതരണം ചെയ്തത് ബാബുവോ ബാബുവിന് വേണ്ടിയോ ആണെന്ന് തെളിയിക്കാൻ ഹർജിക്കാരന് കഴിഞ്ഞില്ലെന്നും കോടതി വിലയിരുത്തി. അയൽവാസികൾക്കും സമാനമായ സ്ലിപ്പ് വിതരണം ചെയ്തിട്ടുണ്ടെന്ന സാക്ഷികളുടെ മൊഴി കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലാണ് സ്വരാജിന്റെ നിർദ്ദേശപ്രകാരം CPM ഏരിയ സെക്രട്ടറി P വാസുദേവൻ തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ നൽകിയിരിക്കുന്ന പരാതിയിൽ സ്ലിപ്പിൽ അയ്യപ്പന്റെ ചിത്രം അച്ചടിച്ചിരുന്നുവെന്ന് രേഖപ്പെടുത്തിയിരുന്നില്ല. പരാതിയോടൊപ്പം സ്ലിപ്പും ഉണ്ടായിരുന്നില്ല. ഇത്തരമൊരു സ്ലിപ്പ് വിതരണം ചെയ്തതിനെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. 992 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് 2021 ബാബു തിരഞ്ഞെടുക്കപ്പെട്ടത്. ഏതായാലും തൃപ്പൂണിത്തുറ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിൽ ഹൈക്കോടതിയിൽ നിന്നും അനുകൂല വിധി വന്നത് UDF ക്യാമ്പിന് ആശ്വാസവും ആവേശവുമാണ്. തെരഞ്ഞെടുപ്പിൽ 2ാം വിജയം നേടിയതിന്റെ ആഹ്ലാദത്തിലായിരുന്നു കെ ബാബു MLA. കോടതി വിധി ഏതെങ്കിലും സാഹചര്യത്തിൽ പ്രതികൂലമാകുമോ എന്ന ആശങ്ക നേതാക്കൾക്കുണ്ടായിരുന്നു. വിധി എന്തായാലും മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാൻ കെ ബാബുവും തയ്യാറായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ കിട്ടിയ അനുകൂല വിധി കോൺഗ്രസിന് ഉത്തേജകമായി മാറിയിരിക്കുകയാണ്. 2021 വാശിയേറിയ പോരാട്ടത്തിലാണ് കെ ബാബു തൃപ്പൂണിത്തുറ മണ്ഡലം പിടിച്ചത്. 1991 മുതൽ 2011 വരെ തുടർച്ചയായി തൃപ്പൂണിത്തുറയെ നിയമസഭയിൽ പ്രതിനിധീകരിച്ച കെ ബാബുവിന് 2016 അടിതെറ്റി. 4467 വോട്ടിന് അന്ന് കെ ബാബുവിനെ ഇടത് സ്ഥാനാർത്ഥിയായ എം സ്വരാജ് തോൽപ്പിച്ചു. 2021 വാശിയേറിയ മത്സരം നടന്നു. ശബരിമല സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർക്കിടയിൽ വിശ്വാസ സംരക്ഷണം പ്രധാന ചർച്ചയായി. ഒരേ സമയം NDAയും UDFും അത് പ്രയോജനപ്പെടുത്തി. ത്രികോണ മത്സരത്തിനൊടുവിൽ 992 വോട്ടിനാണ് കെ ബാബു എം സ്വരാജിൽ നിന്നും സീറ്റ് തിരിച്ചുപിടിച്ചത്. സീറ്റ് കൈവിട്ടുപോയത് ഉൾക്കൊള്ളാൻ ഇടതുപക്ഷത്തിന് പ്രയാസമായിരുന്നു. 2016 തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തി BJPക്ക് വോട്ട് കുറഞ്ഞത് ചൂണ്ടിക്കാട്ടി വോട്ടുമറിക്കലുണ്ടായെന്ന് CPM ആരോപിച്ചു. അതിന്റെ തുടർച്ചയായാണ് മതചിഹ്നങ്ങൾ തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചുവെന്ന ആരോപണം ഉയർന്നതും ഹൈക്കോടതിയിൽ കേസ് എത്തുന്നതും. ഏതായാലും കെ ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് ശരിവെച്ച ഹൈക്കോടതി വിധി ജനാധിപത്യത്തിന്റെ വിജയമാണെന്ന് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു. കെ ബാബുവിനെയും UDFിനെയും ബോധപൂർവം അപഹസിക്കാൻ ശ്രമിച്ചവരുടെ മുഖത്തേറ്റ അടിയാണ് വിധിയെന്നും അദ്ദേഹം പറഞ്ഞു. കെ ബാബു നേടിയ വിജയത്തെ അപഹസിക്കാനാണ് തുടക്കം മുതൽ LDFും CPMും ശ്രമിച്ചത്.
വ്യാജരേഖ ഉണ്ടാക്കിയാണ് കോടതിയെ സമീപിച്ചതെന്ന സംശയം പോലും നിലനിൽക്കുന്നുണ്ടെന്നും വി.ഡി. സതീശൻ പറഞ്ഞു.